ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് പെരുന്നാളാണ്. അപ്പോൾ രാവിലെ എണീറ്റ് ഒത്തും നിസ്കാരമൊക്കെ കഴിഞ്ഞ് തലേ ദിവസം സാധാരണ ഇവിടെ കറി വെക്കുന്നതാണ്. കാരണം ഇറച്ചിക്കറി ചിക്കനും മട്ടനും വെക്കുന്നതുകൊണ്ട് തന്നെ. പക്ഷേ തലേന്ന് ഇറച്ചി കിട്ടിയില്ല. ഒരുപാട് കഷ്ടപ്പെട്ട് ഇതിൻ്റെ പുറകെ നടന്നിട്ടും കിട്ടിയില്ല. ചിക്കൻ മാത്രം കിട്ടി. പക്ഷേ അത് ഒരുപാട് ലേറ്റായിട്ടായിരുന്നു. പിന്നെ ക്ലീൻ ചെയ്തൊക്കെ ഫ്രിഡ്ജിൽ വെച്ച് ബാക്കിയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ച് രാവിലെ പിന്നെ ഇതൊക്കെ കഴിഞ്ഞ് പെട്ടെന്ന് പോയി കറി രണ്ടും ആക്കി. പിന്നെ മോനെയൊക്കെ റെഡിയാക്കി കൊണ്ടുവന്ന് ഉറട്ടിയും ഇറച്ചിക്കറിയും കൂട്ടി നമ്മൾ കഴിച്ചു ഫുഡ്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ്. ഉമ്മ അന്നും മട്ടൻ മാത്രമേ കഴിക്കുകയുള്ളൂ, ചിക്കൻ കഴിക്കില്ല. അപ്പോൾ രണ്ടും വേണ്ടി വരും. ചിക്കനും മട്ടനും വെക്കണം. പിന്നെ ചോറ് പ്രത്യേകം വെച്ച് ദം ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഉച്ചയ്ക്ക് ചോറിൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞു. പക്ഷേ ചെറുതായിട്ട് എനിക്കൊരു പണി കിട്ടി. ചോറൊന്ന് വെന്തു. എൻ്റെ ശ്രദ്ധ ഒന്ന് തെറ്റിപ്പോയപ്പം കിട്ടിയ പണിയാണ്. കൂടെ നിന്ന് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഫോണും കാര്യങ്ങളൊക്കെ വന്നപ്പം ഒരിത്തിരി ഒന്ന് ശ്രദ്ധ മാറിപ്പോയപ്പം പണി കിട്ടി. അടുപ്പിലിട്ട് വെക്കുന്നതുകൊണ്ട് ബിരിയാണി അരി സൂക്ഷിച്ചില്ലെങ്കിൽ പണി കിട്ടുമല്ലോ. എന്നിട്ട് എനിക്ക് ആ ഒരു ചെറിയ വിഷമമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ പോയി പുറത്ത് കുറച്ച് നേരം ഇരുന്നു. അവിടെ നിന്ന് കുറച്ച് നേരം ഇരുന്ന് കാറ്റൊക്കെ കൊണ്ട്. എന്ത് ചൂടാണല്ലേ നമ്മൾ ആ കിച്ചണിനകത്തൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ ചൂടിൻ്റെ ഇരട്ടിയാണ് കിച്ചണിനകത്ത്. അത്രയും പുഴുകലാണ്. അങ്ങനെ ഞാൻ പിന്നെ എൻ്റെ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് അവിടെ കുറച്ച് നേരം വന്നിരുന്നു പുറത്ത്. ഇത് ഫുള്ള് ഇക്കാടെ ചെടിയാണ് കേട്ടോ. അങ്ങനെ ഈ ചെടികളെല്ലാം ഇക്കാടെ പരിചരണത്തിൽ വരുന്നതാണ്. ഓർക്കിഡ്സ് എനിക്കുണ്ടൊരു സെക്ഷൻ ഇൻഡോർ ചെടികൾ മാത്രം, ഇൻഡോർ പ്ലാന്റ്സ്. ഇത് ഫുള്ള് ഇക്കാടെയാണ്. ഇതിൽ പൂ പിടിച്ചിരിക്കുന്നതാണ്, നല്ല ഭംഗിയാണ് കേട്ടോ ഇതിലെല്ലാം പൂ വരുമ്പോൾ. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നാൾ സാധാ പൂ പോലെയല്ല, ചെടികളുടെ പൂ പോലെ അല്ലല്ലോ. കുറച്ച് നാൾ അത് അങ്ങനെ തന്നെ നിൽക്കും, എന്നിട്ടേ അത് വാടിപ്പൊഴിഞ്ഞു പോവുള്ളൂ. ഇത്രയും ഇവിടെ നിന്ന് അറ്റം വരെ ഉണ്ട്. ഇതിൻ്റെ അടുത്തൂടെ പോയിട്ട് എങ്ങാനും ഈ ചെടിയോ ഈ ചട്ടിയോ ഒന്ന് ആടുകയാണെങ്കിൽ പിന്നെ തീർന്നു. അതാരാണോ ചെയ്യുന്നത് അവരെ കാര്യം കട്ടപ്പോയാണ്. അത്രയ്ക്കൊക്കെ ജീവനാണ് ഈ ചെടി. അപ്പോൾ കുറച്ച് നേരം ഞാൻ അവിടെയൊക്കെ വന്നിരുന്നിട്ട് ഇനി എനിക്ക് എൻ്റെ വീട്ടിൽ പോകണം. അപ്പോൾ പോയിട്ട് ഇങ്ങ് തിരിച്ച് വരും. അപ്പോൾ പോകാനായിട്ട് റെഡിയായി. ഇതാണ് എൻ്റെ പെരുന്നാൾ കോടി. ഒരു ഫോട്ടോ എടുക്കാൻ പിടിച്ചിരുത്തിയപ്പോഴുള്ള പ്രഹസനമാണ് ഈ കാണുന്നത്. പിന്നെ ഞാനത് വീഡിയോ ആക്കി ഷൂട്ട് ചെയ്ത് അത് കഴിഞ്ഞ് വീട്ടിൽ പോകാനായിട്ട് റെഡിയായി ഇറങ്ങി വന്നു. എൻ്റെ ഡ്രസ്സ് ഇക്കാണ് പോയി സെലക്ട് ചെയ്തത്. ഞാൻ പോയിട്ടില്ലായിരുന്നു, ഇക്ക തനിയെ പോയി വാങ്ങിച്ചതാണ്. അപ്പോൾ അത് ഷോൾ അതുമായിട്ട് അത്ര മാച്ച് ആവുന്നില്ലെന്ന് തോന്നുന്നു. പക്ഷേ ടോപ്പ് നല്ലതായിരുന്നു, ഒരു വൈൻ കളറായിരുന്നു. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ പോകാൻ റെഡിയായി പുറത്തിറങ്ങി വന്നു. കാറിൽ കയറുന്നതിന് മുമ്പുള്ള പ്രഹസനങ്ങളാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ അത് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എനിക്ക് വീഡിയോ ഷൂട്ട് ചെയ്ത് തരാരും ഇല്ലായിരുന്നു, ആകെ ബിസി ആയിരുന്നുകൊണ്ട് അങ്ങും ഇങ്ങുള്ള കുറച്ച് പാർട്സുകൾ ഷൂട്ട് ചെയ്തതാണ് ചേർത്ത് വെച്ച് ഈ വീഡിയോ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീഡിയോ കണ്ടു നോക്കുക കേട്ടോ. ബൈ.